ഹായ്, എല്ലാവർക്കും നമസ്തേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഈ കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഓക്കെ, ഒന്നും പറയണ്ട, ഇതിങ്ങനെ അടിച്ചടിച്ചൊരു വഴിയായി. പിന്നെ ഇത് കത്തുന്നില്ല, ഞാൻ ശരിയാക്കി വെച്ചതായിരുന്നു. ഇനിയിപ്പം വെച്ച വ്യവസ്ഥ തന്നെയാണ് ശരണം. തീ കത്തിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിലേക്ക് ഒരു പഴയ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ഇത് ഏട്ടൻ ഇവിടെ വന്നപ്പോൾ, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് വന്നപ്പോൾ വാങ്ങിയതാണ്. പിന്നെ ഇതിപ്പോൾ കൈമാറി ഒരു പാരമ്പര്യം പോലെ ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏട്ടൻ്റെ സുഹൃത്തും കൂടി വർക്ക് ചെയ്യുമ്പോൾ വാങ്ങിയതാണ്. ഇപ്പം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കോക്കനട്ട് ഓയിൽ. അതൊന്ന് ചൂടായിട്ട് വരട്ടെ. ചൂടായിട്ട് വരുമ്പോൾ ഞാൻ ഒരു 1.25 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് പൊട്ടി വരട്ടെ. പൊട്ടിത്തെറിച്ച് വരട്ടെ. ഇത് ഒനിയനാണ്, 2 ഒനിയൻ. ഇത് ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ഈ സ്ലൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ വേഗം വഴന്നു വരും. ഇല്ലെങ്കിൽ അതിങ്ങനെ വഴന്നു വരാണ്ട് കുറേ സമയം നോക്കി വരുന്നു അല്ലേ, മടുപ്പാകും അന്നേരം. പിന്നെ ഒന്നാമത് വെച്ച് ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാത്രിയിലാണ് ഞാൻ ഇതുണ്ടാക്കുന്നത്. പിന്നെ അതിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പിന്നെ പച്ചമുളകൊക്കെ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വരട്ടെ. അപ്പം ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊരു ബ്രൗണിഷ് കളറാവുന്നവരൊക്കെ വഴറ്റി കൊണ്ടുവരണം. ബ്രൗണിഷ് കളറായിട്ട് വരുന്നത് വരെ കാത്തുനിന്ന് കഴിഞ്ഞാൽ ഏട്ടൻ്റെ പരിപ്പ് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. പച്ചമണം മാറുന്നവരെ ഇങ്ങനെ വഴറ്റി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയാണ്, ചില്ലി പൗഡർ. ഒരു 3/4 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കൊറിയാണ്ടർ പൗഡർ. ഓക്കെ, മല്ലിപ്പൊടി. അത് ഞാൻ 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് എരിവ് കുറച്ച് കമ്മിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് എരിവാണെങ്കിൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റി, മറ്റേ മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കൂട്ടി കൊടുത്താൽ മതി. തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ സ്മോൾ സൈസ് 2 തക്കാളി ഞാൻ സ്ലൈസായിട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക. ഇത് പൊട്ടാറ്റോ ആണ്. ഈ പൊട്ടാറ്റോ ഞാൻ ഓൾറെഡി വേവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇപ്പോൾ വെന്ത് വരാനൊക്കെ ഒരുപാട് സമയം എടുക്കില്ല. അപ്പോൾ നമുക്കിങ്ങനെ ടൈമിങ് കാര്യങ്ങളും കറക്റ്റായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ പൊട്ടാറ്റോ ആദ്യം തന്നെ ഞാൻ വേവിച്ചിട്ടുണ്ട്. ഒരു വലിയൊരു പൊട്ടാറ്റോ വന്നു. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് അധികം ഇങ്ങനെ അമർത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഇത് കറി ഒന്ന് വെന്ത് വരുമ്പോഴേക്കും പൊടിഞ്ഞു പോകുമല്ലോ. ഇത് കോളിഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൽ ഇതിന് ഉപ്പും മഞ്ഞളും ഇട്ട് ആദ്യം തന്നെ ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ചെറിയ പുഴുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ചത്ത് പണ്ടാരടങ്ങും. ഓക്കെ, ഇനി ഇതിലേക്ക് ഞാൻ ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. ഈ വെള്ളം എന്ന് പറഞ്ഞാൽ ഞാൻ പൊട്ടാറ്റോ വേവിക്കാൻ എടുത്ത വെള്ളമാണ്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് വെന്ത് ഒന്ന് സെറ്റാവാൻ ആവശ്യമുള്ള വെള്ളം കൃത്യമായിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ. അപ്പോൾ നമ്മളെ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് വെന്ത് വരണം അല്ലേ, എല്ലാം ഒന്ന് സെറ്റായിട്ട് വരണ്ടേ. ഓക്കെ, ഇത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാൻ നോക്കുക. വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മളെ കറി. ഇത് ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്. സാധാരണ തേങ്ങാപ്പാലാണ് ഞാൻ എടുക്കാറ്. ഇന്നിപ്പോൾ ഞാൻ തേങ്ങാപ്പാലൊന്നും എടുത്തിട്ടൊന്നുമില്ല. സാധാരണ ഒരു അരമുറി തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിന് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് അരച്ചു കൊടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. അപ്പോൾ പിന്നെ ഇനി കറിവേപ്പ് ഇട്ട് കൊടുക്കുക. കറിവേപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഞാൻ. പിന്നെ ഇനി ഇതിലേക്ക് മല്ലിയില നന്നായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ എടുത്തപ്പോൾ ഇതിൽ കുറച്ച് ഗരം മസാലയും അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അതങ്ങ് പോയി തോന്നുന്നു. സാരമില്ല, ഇത് നിങ്ങൾ എന്തായാലും ആഡ് ചെയ്യണം. കുരുമുളകൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കറിയിൽ.
അതുപോലെ തന്നെ ഗരം മസാലയും. അപ്പോൾ നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് വെട്ടിത്തിളച്ച് ഇങ്ങനെ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നമ്മൾ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത്, ടാറ്റയുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ. ഭയങ്കര സ്മെല്ലൊക്കെയാണ്, ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ. ഞാൻ അനുഭവസ്ഥയാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ വിട്ട് ഉടൻ വരുന്നത് എല്ലാവർക്കും ബൈ.